നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ ചെത്തിയിറക്കി നല്ല നാടൻ കള്ള കുടിച്ചോ. മനസ്സിലായി. എന്നെ കള്ളു കുടിപ്പിച്ച് കടത്താനുള്ള പരിപാടിയാണല്ലേ? അങ്ങനെ കരുതിയാ വേണ്ട. ഞാൻ ഒരാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് അയാളോട് ബഹുമാനം തോന്നിട്ട് തന്നെ ആവണമല്ലോ. ഞാൻ ഫുൾ ടൈം കുടിക്കുന്ന ഒരാളാ, അതും നല്ല ഫോറിൻ ലിക്കർ. ബാറിലും പബ്ബിലും ഒക്കെ എന്റെ കൂടെ കമ്പനി കൂടാൻ ആളുകൾ മത്സരമാ. കാരണം എന്താ? ഈ സൂര്യയുടെ ട്രീറ്റ് സൂര്യയുടെ റെസ്പെക്ട് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇപ്പോ നീ എന്തിനാ എന്നെ റെസ്പെക്ട് ചെയ്യുന്നേ? ഉള്ള കാര്യം പറയാലോ, ഇതുപോലൊരു ധൈര്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയെ കണ്ടോ? പത്മ മാഡം. സത്യം പറയാലോ, അമ്മയുടെ മുമ്പിൽ മുട്ട് വരയ്ക്കാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. എന്റെ ചേച്ചി, അനുജത്തി എല്ലാവരും അങ്ങനെ തന്നെയാ. പക്ഷെ നിങ്ങളുടെ മുമ്പില് എല്ലാവരും കിട്ടുകിട്ട പറച്ചില്ലേ, അതാണ് എനിക്ക് നിങ്ങളോട് തോന്നിയ റെസ്പെക്ട്. എടുത്ത് കഴിക്കേ. എടാ മോനെ, നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. അല്ല, ഈ ബുദ്ധി ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ഞാനിത് കുടിക്കുന്നു നീ കരുതണ്ട, സുശീൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു നീ കരുതണ്ട. അപ്പൊ എനിക്ക് തെറ്റി. പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് കള്ളു കൊടുക്കുന്നത് വലിയ മോശമാണ്. പക്ഷെ ഒന്നോ രണ്ടോ കുപ്പി കള്ളു കുടിച്ചിട്ട് കാലും നാവും കുഴയാതെ നേരെ നിൽക്കണമെങ്കിൽ അതിനൊരു ഇത്തിരി ചങ്കൂറ്റം വേണം. നിങ്ങൾക്ക് അതില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്റെ അമ്മയോടെങ്ങാനാണ് പറഞ്ഞിരുന്നെങ്കിലേ ഈ നിമിഷത്തിനുള്ളിൽ അമ്മ അതേ നോക്കിയേ ഇത് രണ്ടെണ്ണം അകത്താക്കിയ. എന്നിട്ട് ഒരു വാക്ക് കുഴയാതെ ഒരു കാലടി തെറ്റാതെ പത്മാ മേഡം ഏട്ടങ്ങ് നടന്നേനെ. ഐ ആം റിയലി സോറി. നിങ്ങളുടെ പ്രകടനമൊക്കെ കണ്ടപ്പോ കുറച്ച് ചങ്കൂറ്റം കൂടിയ ആളാണെന്ന് ഞാൻ ധരിച്ചുപോയി. ഓക്കെ, ഞാനേ അതെടുത്ത് കുടിക്കാൻ പോവാ. ഈ ഇരിക്കുന്ന 2 കുപ്പിയും കുടിച്ചിട്ട് നേരെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? നോക്കിയോ? എടാ മോനെ, ഈ ലോകത്ത് സുശീലെ വെല്ലുവിളിക്കാൻ ഒരെണ്ണവും വളർന്നിട്ടില്ല. നിനക്കിപ്പോ എന്താടാ വേണ്ടത്? ഞാനിത് കുടിക്കണം അല്ലേ? എന്നിട്ട് നാവ് കുഴയാതെ കാല് വിറയ്ക്കാതെ നേരെ നിൽക്കണം. അത്രയല്ലേ ഉള്ളൂ. തോൽക്കാൻ മനസ്സില്ലാത്തവളായി സുശീല. അതിപ്പോ ഈ ലോകത്ത് ആരുടെ മുമ്പിലും തോറ്റെനിക്കൊട്ടൊരു ശീലവും ഇല്ല. നിന്റെ പേരെന്താടാ? സൂര്യ. അതെ, നിന്റെ കുഴപ്പം എന്താന്ന് നിനക്കറിയോ? നീ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചങ്കുറ്റുള്ള പെണ്ണ് നിന്റെ അമ്മയാ. അതെന്തുകൊണ്ടാന്നറിയോ നിനക്ക്? ഈ സുശീലയെ നിനക്കറിയാത്തോണ്ടാ. സുശീല കുടുംബം ഭരിക്കുന്നതും നാട് ഭരിക്കുന്നതും ഒരൊറ്റ ദിവസം നീ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലേ ഈ വെല്ലുവിളി നീ എന്നോട് നടത്തില്ലായിരുന്നു. ഇനി ആർക്കടാ ഞാൻ തെളിയിച്ചു കൊടുക്കേണ്ടത്? നിന്റെ അമ്മയ്ക്കോ? എന്നാ പിന്നെ അതും ആകാം. Yes.